അപ്പോൾ നമ്മൾ XYZ ഡിവൈഡ് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കൺസെപ്റ്റാണ് മിസ്സിനി ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ഒരു എക്സാമ്പിളോട് എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്യുവാണ് എങ്ങനെയാണത് വരുന്നതെന്നുള്ളത്. ഓക്കെ, സോ സിഗ്മ ഈസ് ഈക്വൽ ടു 1. കണ്ടോ, ഇവിടെ നമുക്ക് കാണുന്നില്ലേ, സിഗ്മ എന്ന് പറയുന്നത് 1 ആണ്. സിഗ്മയിലെ എലമെൻ്റ് എന്ന് പറയുന്നത് 1 മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് നിങ്ങൾ സപ്പോസ് ചെയ്യുക, നിങ്ങൾ വരയ്ക്കുന്ന ഒരു ഓട്ടോമേറ്റിൽ 10 സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് ചുമ്മാ ഒന്ന് സപ്പോസ് ചെയ്യുക. 10 സ്റ്റേറ്റുള്ളത്, കാരണം നമുക്ക് ഇതിൽ ഓട്ടോമേറ്റ് ഒന്നും വരയ്ക്കാനില്ല. നമുക്ക് ഈ സ്ട്രിങ് റെഗുലർ ആണോ അല്ലയോ എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു സ്ട്രിങ് ജസ്റ്റ് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ജസ്റ്റ് ഒരു നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുവാണ്, ഒരു സ്റ്റേറ്റ് നമ്മളങ്ങ് അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, നൗ L is equal to 1/k എന്ന് സപ്പോസ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ ലാംഗ്വേജിൽ എന്താണെന്ന് നോക്കി, 1/k. കെയുടെ എണ്ണം 1 മുതൽ എത്ര വേണമെങ്കിലും ആകാമെന്ന് നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രിങ് ആണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. 1/k. 1/k. k ക്യാൻ ബി വാട്ട് 1/1. കെയുടെ വാല്യൂ കണ്ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. 1ലും വലുതായ എന്ത് വാല്യൂ കെയിൽ പറ്റും, ഇൻക്ലൂഡിങ് 1. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുവാണ്, 1/k 1 2 3 4 5 6 1/6 എന്ന് പറയുന്നൊരു W ഞാനിവിടെ എടുത്തു. ഓക്കെ, നൗ സി W ഞാൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു, X Y Z. ഓക്കെ, അപ്പോൾ Yക്ക് ഞാൻ 1 കൊടുത്തു, Xന് 2 1 കൊടുത്തു, Zന് 1 1 കൊടുത്തു. അങ്ങനെ ഞാൻ 3 ആയിട്ട് Yന് Wന് ഡിവൈഡ് ചെയ്തു. ഇനി ഞാൻ പുതിയ W' കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ പുതിയ W' കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. സോ X Y raised to I Z. X എന്ന് പറയുന്നത് 2 1, Y എന്ന് പറയുന്നത് 3 1, Z എന്ന് പറയുന്നത് 1 1. ഓക്കെ, സോ Y raised to Y പാർട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ പമ്പ് ചെയ്യുക എന്ന് പറയുന്നത്. Y എന്ന് പറയുന്ന പോർഷനെ മാത്രം ഞാൻ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്, 2. ബിക്കോസ് ഐയുടെ വാല്യൂ ഞാൻ 2 എടുത്തുകൊണ്ടാണ് ഇവിടെ 2 എന്ന് വന്നേക്കുന്നത്. ഓക്കെ, ഐയുടെ വാല്യൂ 2 തന്നെ എടുക്കണമെന്നില്ല. ഐയുടെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഐയുടെ വാല്യൂ എന്താ, I ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. 0യിലും അല്ലെങ്കിൽ 0നോട് ഈക്വലും അല്ലെങ്കിൽ 0ന് മുകളിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ഐക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ സ്ട്രിങ് എങ്ങനെയാണെന്ന് നോക്കി, 1 1. ഈ 3 1നും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ 1 1 1 1 1 1. പിന്നെ അവസാനത്തെ 1 റിപ്പീറ്റ് ചെയ്യേണ്ട, അങ്ങനെ തന്നെ. അപ്പോൾ ആദ്യത്തെ Xും Zും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, Y പാർട്ട് മാത്രം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ഇപ്പോൾ നോക്കി, ഇപ്പോൾ ഈ കിട്ടുന്ന സ്ട്രിങ്ങും 1/k തന്നെയല്ലേ എന്ന് നോക്കി അല്ലേ. 1 2 3 4 5 6 7 8 9 1/9 എന്ന് വെച്ചാൽ നമുക്ക് പുതുതായിട്ട് കിട്ടിയ W' എങ്ങോട്ട് തന്നെ ബിലോങ് ചെയ്യുന്നതാണ്, നമ്മുടെ Lൽ തന്നെ അല്ലേ. L എന്താ, 1/k. ഈ Lലേക്ക് തന്നെ ബിലോങ് ചെയ്യുന്നതാണ് നമ്മുടെ പുതിയ W'. അപ്പോൾ അത് രണ്ടും റെഗുലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ മിസ് കാണിച്ചു തരും. അത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, ഈ പുതിയ W' നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കില്ല, പുതിയ W' നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് ഈ Lലേക്ക് ബിലോങ് ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ ഈ റെഗുലർ എന്നുള്ളത് മനസ്സിലായാലാണ് എന്താണ് ഈ റെഗുലർ അല്ല എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റെഗുലർ ആയിട്ടുള്ളൊരു സ്ട്രിങ് ഇപ്പോൾ എടുത്ത് നിങ്ങളെ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു എക്സാക്റ്റ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ തറവായിരിക്കണം. എന്തൊക്കെയാണ്, 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിൽ ഈ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, Y നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആയിരിക്കണം. Y ഒരിക്കലും നള്ളിനോട് ഈക്വൽ ആയിരിക്കരുത്. പിന്നെ Xും Yയും കൂടെ നോക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു N. നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റുകളുടെ എണ്ണം എത്രയാണോ അതിലും ചെറുതും അല്ലെങ്കിൽ അതിനോട് ഈക്വലെങ്കിലും ആയിരിക്കണം എന്ത്, ഈ Xൻ്റെ Yയുടെ ലെങ്ത്ത് മാത്രം നോക്കുമ്പോൾ. ഓക്കെ, പിന്നെ ഈ പറയുന്ന കേസ് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ സൂക്ഷിക്കണം. Y ഒരിക്കലും എപ്സിലോൺ ആവാനും പാടില്ല. Xൻ്റെ Yൻ്റെ ലെങ്ത്ത് നോക്കുമ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു N ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ ഒന്ന് നോക്കി, ഇവിടെ നമ്മുടെ N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. നമ്മൾ നമ്പർ ഓഫ് ഓട്ടോമാറ്റിക്കലി നമ്പർ ഓഫ് സ്റ്റേറ്റ് 10 ആണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് അല്ലേ. സോ 10. ഇനി നോക്കി, Xും Yയും കൂടെ കൂട്ടുമ്പോൾ 10നേക്കാൾ മുകളിൽ പോകാൻ പാടില്ല. Xൻ്റെ ലെങ്ത്ത് എത്രയാണ്, 2. Yയുടെ ലെങ്ത്ത് എത്രയാണ്, 3. അപ്പോൾ 3 2 5 അല്ലേ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നോക്കുമ്പോൾ 10ന് മുകളിൽ പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് അക്സെപ്റ്റബിൾ കണ്ടീഷനാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇത് പ്രൂവ് ചെയ്യുവാണ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ പമ്പിങ് ലെമ്മ വെച്ച് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പമ്പിങ് ലെമ്മ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ Y പാർട്ടിനെ പമ്പ് ചെയ്യുക. പമ്പിങ് മീൻസ് റിപ്പീറ്റിംഗ്, ഐട്രേറ്റിംഗ് എന്നൊക്കെ ഒരു മീനിങ് ഉള്ളൂ. അപ്പോൾ Xനെയും Zനെയും നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഈ Y എന്ന് പറഞ്ഞ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, റിപ്പീറ്റ് ചെയ്യുവാണ്. അതുകൊണ്ടിട്ടാണ് ഈ തിയറത്തിന് നമ്മൾ പമ്പിങ് ലെമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. അതെന്തായാലും വരും. ഓക്കെ, ഞാൻ ചെയ്യിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും വരും. കാരണം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ചെയ്യിക്കുന്നത് കേട്ടോ.
ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, എങ്ങനെയാണ് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ L is equal to a raised to I square such that I greater than or equal to 1 is not regular. അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ തന്നെ 3 രീതിയിൽ ചോദിക്കാം. അതുകൊണ്ടാണ് അതിൻ്റെ താഴെ മിസ് ആ 3 രീതി എഴുതിയേക്കുന്നത്. എന്ന് വെച്ചാൽ ഈ 3 രീതിയിൽ ചോദിച്ചാൽ ആൻസർ സെയിം ആയിട്ട് തന്നെ എഴുതേണ്ടത്. ഓക്കെ, വ്യത്യാസമില്ല അതിന്. ഓക്കെ, അതുകൊണ്ടിട്ടാണ് ഞാനിവിടെ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻ എഴുതിയേക്കുന്നത്. ദാറ്റ് ഇസ് എ റേസ് ടു ഐ സ്ക്വയർ എന്ന് ചോദിച്ചാലും എ റേസ് ടു ഐ സച്ച് ദാറ്റ് ഐ ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാലും എ റേസ് ടു എൻ ഇൻറ്റു എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാലും ഈ 3 തരത്തിൽ പറഞ്ഞാലും ഈ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് സെയിം തന്നെയാണ്. ഓക്കെ, എ റേസ് ടു ഐ സ്ക്വയർ, എയുടെ മുകളിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അങ്ങനെ ഒരു ലാംഗ്വേജ് റെഗുലർ അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ കുറച്ച് സ്റ്റെപ്സ് എഴുതുകയാണ്. ഇത് ശരിക്കും മാത്സിലൊക്കെ നമ്മൾ തിയറം പ്രൂവ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. ഈ സ്റ്റെപ്പ് അങ്ങ് ഫോളോ ചെയ്യുക, അതനുസരിച്ച് അങ്ങ് ചെയ്യുക. ഓക്കെ, സോ സ്റ്റെപ്പ് 1, അസ്യൂം L is regular and there exists a finite automata with n number of states. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ഈ തിയറം ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പമ്പിംഗ് ലെമ്മ വെച്ച് ഒരു സ്ട്രിങ് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണെന്നറിയോ സ്റ്റാർട്ട് ചെയ്യുക? ഇനീഷ്യലി വി വിൽ സേ ദാറ്റ് ഇറ്റ് ഇസ് റെഗുലർ. നമ്മൾ അസ്യൂം ചെയ്യും അത് റെഗുലർ ആണെന്ന്. എന്നിട്ട് ഫൈനലി നമ്മളൊരു കോൺട്രഡിക്ഷനിലെത്തും. എന്ന് വെച്ചാൽ റെഗുലർ അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അസ്യൂം L is റെഗുലർ, റെഗുലർ ആണെന്ന് അസ്യൂം ചെയ്യുക ആദ്യം തന്നെ. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇഫ് എ ലാംഗ്വേജ് ഇസ് റെഗുലർ ദെൻ ദർ എക്സിസ്റ്റ് എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിത്ത് n നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. അല്ലേ? ഇപ്പോൾ ഒരു ലാംഗ്വേജ് റെഗുലർ ആണെങ്കിൽ, ഇഫ് എ ലാംഗ്വേജ് ഇസ് റെഗുലർ ദെൻ വി ക്യാൻ സേ ദാറ്റ് ഐ ക്യാൻ ഡ്രോ വൺ ഓട്ടോമേറ്റ ഫോർ ദാറ്റ് റെഗുലർ ലാംഗ്വേജ് വിത്ത് n നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. അത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ മുതൽ പഠിക്കുന്ന കാര്യമാണല്ലേ, അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു ലാംഗ്വേജ് റെഗുലർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ലാംഗ്വേജിന് ഒരു ഓട്ടോമേറ്റ വരയ്ക്കാൻ പറ്റും എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ. ഒരു ലാംഗ്വേജ് റെഗുലർ അല്ല എങ്കിൽ നമുക്കതിന് ഓട്ടോമേറ്റ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ L റെഗുലർ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണ്. സോ ഐ എം അസ്യൂമിങ് ദാറ്റ് L is റെഗുലർ സോ ദാറ്റ് ദർ എക്സിസ്റ്റ് എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിത്ത് n നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ് ഓക്കെ L റെഗുലർ ആണ്, അതുകൊണ്ട് തന്നെ എനിക്കൊരു ഓട്ടോമേറ്റ വരയ്ക്കാൻ പറ്റും. ഐ ക്യാൻ ഡ്രോ വൺ ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിത്ത് n നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സ്റ്റേറ്റുകളുടെ എണ്ണത്തിന് ഞാൻ സ്മോൾ ലെറ്റർ n ആയിട്ട് കാണിക്കുവാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ സ്റ്റെപ്പ് വെച്ച് പതുക്കെ പ്രൂവ് ചെയ്യുവാണ് L റെഗുലർ അല്ല എന്ന്. ഓക്കെ, ആദ്യം നമ്മൾ റെഗുലർ ആണെന്ന് പറയും, പക്ഷേ ഫൈനലി നമ്മൾ ചെയ്ത് വരുമ്പോൾ അത് റെഗുലർ അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇൻ സ്റ്റെപ്പ് 2 ലെറ്റ് W is equal to AN square. ഓക്കെ, അപ്പോൾ ഞാനൊരു W എടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്കിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു W എടുക്കുവാണ്. W ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ, A റേസ് ടു n സ്ക്വയർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡ് W എന്തായിരിക്കും? A റേസ് ടു n സ്ക്വയർ ആണ് നമ്മുടെ W എന്ന് വെച്ചാൽ Wയിൽ എയുടെ എണ്ണം എത്ര എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? n സ്ക്വയർ. അതല്ല അതിൻ്റെ മീനിങ്. ഇപ്പോൾ A റേസ് ടു 2 എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് എന്താ? A എത്ര എണ്ണം ഉണ്ട്? A 2 എണ്ണം. A റേസ് ടു 3 എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? A 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ A റേസ് ടു n സ്ക്വയർ എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് എന്താണ്? n സ്ക്വയർ A ഉണ്ടെന്നല്ലേ അർത്ഥം? n സ്ക്വയർ എണ്ണമുണ്ട് A എന്നല്ലേ അതിൻ്റെ മീനിങ് അല്ലേ. സോ W is equal to A റേസ് ടു n സ്ക്വയർ. എന്തുകൊണ്ടാണ് A റേസ് ടു n സ്ക്വയർ എടുക്കാൻ കാരണം നമ്മുടെ സ്ട്രിങ് ഇരിക്കുന്നുണ്ടോ? A റേസ് ടു I സ്ക്വയർ അല്ലേ. അപ്പോൾ ഐയുടെ അവിടെ ഞാനൊരു റാൻഡമായിട്ട് ഐക്ക് എന്ത് വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 1ലും ഗ്രേറ്റർ ആയിട്ടുള്ള എന്ത് വാല്യൂ വേണമെങ്കിലും ഐക്ക് വരാം. ആ 1ലും ഗ്രേറ്റർ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് n എന്ന് പറഞ്ഞിട്ട് ഞാൻ അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, തിയറം നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുമ്പോൾ ജനറലായിട്ട് വേണം പ്രൂവ് ചെയ്യാൻ. ജനറൽ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിവിടെ എന്നിന് ഒരു 5 എന്നോ 6 എന്നോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ജനറൽ ആവില്ല, അത് സ്പെസിഫിക് ആയി പോകും. ഓക്കെ, അപ്പോൾ ജനറൽ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ n, k, x, y അങ്ങനെയുള്ള വേരിയബിൾസ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ തിയറം ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ആൻസർ കീയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ജനറലായിട്ട് പ്രൂവ് ചെയ്യാത്തവർക്ക് ഹാഫ് മാർക്ക് കൊടുത്താൽ മതി. മീൻസ് ഹാഫ്, ഇപ്പോൾ 10 മാർക്കാണെങ്കിൽ 5 മാർക്കാണ് ജനറൽ അല്ലാതെ പ്രൂവ് ചെയ്യവർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ജനറലായിട്ട് തന്നെയാണ് നിങ്ങൾ പ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ,
സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ എൻ സ്ക്വയർ. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഐ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആകാം അല്ലേ. ഐ എന്ന് പറയുന്നത് എന്താ, ഐ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. പക്ഷെ ഞാൻ ഈ 1, 2, 3 അങ്ങനെയുള്ള നമ്പർ ഞാൻ എടുക്കില്ല ഐക്ക്, ഞാൻ ജനറലായിട്ടേ എടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 1ലും വലിയ ഏതോ ഒരു വാല്യൂ ആണ് എൻ, സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഐക്ക് എടുക്കുന്ന വാല്യൂ എന്താണെന്ന് നോക്കി, എൻ ആണ്. ബിക്കോസ് ഐ എം ട്രൈയിങ് ടു പ്രൂവ് ഇറ്റ് ആസ് ജനറൽ ദാൻ സ്പെസിഫിക്കലി. ഓക്കെ, സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ സ്ക്വയർ. ഇനി നോക്കിയാൽ ജനറലായിട്ട് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ ഇത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും എങ്ങനെയാണ്. ജനറൽ എന്ന് പറയുമ്പോൾ നിങ്ങളത് ഒരുപാട് കോംപ്ലക്സ് ആണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ അങ്ങ് ഫോളോ ചെയ്താൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഓക്കെ, നൗ സി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ മോഡ് ഡബ്ല്യു എന്താണെന്ന് നോക്കിയേ. ഡബ്ല്യൂയുടെ ലെങ്ത് എന്തായിരിക്കും, എൻ സ്ക്വയർ ആയിരിക്കില്ലേ അല്ലേ. ഞാൻ പറഞ്ഞു എ റേസ് ടു എൻ സ്ക്വയർ എന്ന് വെച്ചാൽ എൻ സ്ക്വയർ എകൾ ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ. എൻ സ്ക്വയർ എകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡബ്ല്യൂയുടെ ലെങ്ത് എടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എൻ സ്ക്വയർ ആയിരിക്കില്ലേ അല്ലേ. ഇപ്പോൾ എ റേസ് ടു 10 എന്നാണെങ്കിൽ എത്ര എ ഉണ്ട് അവിടെ, 10. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയായിരിക്കും, 10 എന്ന് പറയുന്ന അതേ മീനിങ് തന്നെയാണ് ഇവിടെ. എ റേസ് ടു എൻ സ്ക്വയർ ഇൻ ദ സെൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് എൻ സ്ക്വയർ നമ്പർ ഓഫ് എസ് അല്ലേ. അപ്പോൾ എൻ സ്ക്വയർ നമ്പർ ഓഫ് എസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എന്താണ്, മോഡ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കും, എൻ സ്ക്വയർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഡബ്ല്യൂയുടെ ലെങ്ത് എന്താണ്, എൻ സ്ക്വയർ ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അത്ര നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിവൈഡ് ഡബ്ല്യു ഇൻറ്റു എക്സ് വൈ സെഡ്. നമുക്കറിയാം ഏത് സ്ട്രിങ് കിട്ടിയാലും ഇത് നമ്മൾ പമ്പിംഗ് ലെമ്മ വെച്ച് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഇവിടുത്തെ സ്ട്രിങ് എന്താ, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ സ്ക്വയർ. ഇതിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ 3 ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. എന്തൊക്കെയാണ്, വൈ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ. ഡിവൈഡ് ചെയ്യുമ്പോൾ വൈ പാർട്ട് ഷുഡ് ബി നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആൻഡ് എക്സ് വൈ മോഡ് എക്സ് വൈ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. എക്സിൻ്റെയും വൈയുടെയും കൂടെ മോഡ് നോക്കിക്കഴിഞ്ഞാൽ അത് എന്നിലും എന്തായിരിക്കണം, ചെറുതോ അല്ലെങ്കിൽ എന്നോടെങ്കിലും ഒപ്പമെങ്കിലും നിൽക്കണം, അതിനേക്കാൾ വലുതാകാൻ പാടില്ല. ഓക്കെ, എൻ മീൻസ് വാട്ട്, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ അവർ ഓട്ടോമേറ്റ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് അത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ, സ്റ്റെപ്പ് 3. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ സ്റ്റെപ്പ് 3യിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 2 നോക്കി എന്തൊക്കെയായിരുന്നു, ഒരു ഡബ്ല്യു നമ്മൾ എടുത്തു. അപ്പോൾ ഡബ്ല്യൂയുടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, എൻ സ്ക്വയർ ആണ്. ബിക്കോസ് എ റേസ് ടു എൻ സ്ക്വയർ, ആ റേസ് ടുവിൽ കാണുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വൈ മോഡ് ഡബ്ല്യു, ഇറ്റ് മീൻസ് ലെങ്ത് ഓഫ് ദ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഡബ്ല്യുവിനെ 3 ഡിവൈഡ് ചെയ്യുവാണ്, എക്സ് വൈ സെഡ്. വേറാസ് വൈ എന്ന് പറയുന്ന പാർട്ട് ഒരിക്കലും എപ്സിലോൺ ആകരുത്. അതുപോലെ എക്സും വൈയുടെയും കൂടെ ലെങ്ത് നോക്കുമ്പോൾ അത് നമ്മൾ വരയ്ക്കുന്ന നമ്പർ ഓഫ് നമ്മൾ വരയ്ക്കുന്ന ഓട്ടോമേറ്റഡ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സിനോട് ഈക്വലോ അല്ലെങ്കിൽ ലെസ്സോ ആയിരിക്കണം. സോ ഓൾവേസ് വൈ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ, ഇറ്റ് മീൻസ് ദ വൈ പാർട്ട് ഷുഡ് നോട്ട് ബി നൾ ആൻഡ് ഓൾസോ എക്സ് വൈ. The length of x part and y part should be less than or equal to the number of states of our automata. Okay, now step 3. Step 3ൽ നമ്മൾ ആദ്യം പറയുവാണ് ഡബ്ല്യു ഡാഷ്. ഡബ്ല്യു ഡാഷ് മീൻസ് ദ ന്യൂ സ്ട്രിങ് വിച്ച് ഇസ് ടു ബി ജനറേറ്റഡ് ഫ്രം ഡബ്ല്യു അല്ലേ. നമ്മൾ we will divide the w into 3 parts and I will repeat the y part and I will get a new w. അങ്ങനെയല്ല നമ്മൾ ഇതുവരെ നോക്കിയത്. സോ ദാറ്റ് ന്യൂ ഡബ്ല്യു ഇസ് റെഫേർഡ് ആസ് ഡബ്ല്യു ഡാഷ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഡബ്ല്യു ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡബ്ല്യു ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് വൈ റേസ് ടു ഐ ഇസഡ്. എക്സ് വൈ റേസ് ടു ഐ ഇസഡ്. അപ്പോൾ എക്സ് വൈ ഇസഡ് 3 പാർട്ടുണ്ട്. അതിൽ എക്സും വൈനെ ഐ ടൈംസ് റിപ്പീറ്റും ചെയ്ത് ഇസഡ് എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് പുതിയ ഡബ്ല്യു കിട്ടുക, വൈ ഡാഷ്, സോറി ഡബ്ല്യു ഡാഷ്. Okay, so I am getting the new w as w dash while substituting the x part for 1 time, z part for 1 time and y part for I times. So we will get a new string that is w dash. Okay, ഇനി നോക്കിയത് എങ്ങനെ എഴുതുന്ന നോക്കുക. So I am giving the length substitution for all the equation, that is w dashനെ ഞാൻ mod w dashന് എഴുതുവാണ്. mod w dash is equal to mod x plus mod y raised to I plus z. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ഒന്നുകൂടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് താഴോട്ട് കാണിക്കുവാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാനൊരു കാര്യം എഴുതിയിട്ട് അത് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. mod x, ഇറ്റ് മീൻസ് ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ മോഡ് വാല്യൂ ത്രൂ ഔട്ട് ദിസ് ഇക്വേഷൻ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മോഡ് അപ്ലൈ ചെയ്യുമ്പോൾ മോഡ് w ഡാഷ് ഇസ് ഈക്വൽ ടു, റൈറ്റ് ഹാൻഡ് സൈഡിൽ മോഡ് അപ്ലൈ ചെയ്യുമ്പോൾ mod x പ്ലസ് മോഡ് y റേസ് ടു I പ്ലസ് മോഡ് z. എന്ന് വെച്ചാൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മളിതിൻ്റെ ലെങ്ത്ത് വൈസ് എടുക്കുന്നത്.
ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സിൻ്റെ ലെങ്ത്ത് പ്ലസ് വൈ ഐ ടൈംസ് ചെയ്തിട്ടുള്ള ലെങ്ത്ത് പ്ലസ് ഇസഡിൻ്റെ ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്നൊരു കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ ആദ്യം നോക്കുന്നത് കേട്ടോ. അതായത് ഒന്നുമില്ല, ഇങ്ങനത്തെ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണമെങ്കിലാണ് ആ തിയറത്തിൻ്റെ ഇടയിൽ ഇങ്ങനൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ എ റേസ് ടു 3 എന്നല്ലേ ഇങ്ങനെ എഴുതിയ എൻ്റെ മീനിങ് എന്തായിരുന്നു? എ ഫോർ 3 ടൈംസ് അല്ലേ? ഇപ്പോൾ സോ എ. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് എസ് വിൽ ബി 9. ഓക്കെ, ഈ 9 കിട്ടാൻ ശരിക്കും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മോളിൽ കിടക്കുന്ന സംഭവം അല്ലേ, ഈ പവറിലുള്ള സാധനം, എന്നിട്ട് എന്ത് ചെയ്യണം? ഇൻറ്റു ലെങ്ത് ഓഫ് ദി സ്ട്രിങ്. ലെങ്ത് ഓഫ് ദി സ്ട്രിങ് എത്ര? 3 അല്ലേ? അപ്പോൾ ഈ പവറിലുള്ള സംഭവം എത്രയാണ്? 3 ആണ് അല്ലേ? സോ 3 ഇൻറ്റു ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എത്ര? 3 ഇൻറ്റു 3 9. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സംഭവം നമുക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനൊരു ഫോമുല ഉണ്ട്. പവറിൽ കിടക്കുന്ന വാല്യൂവിനെ താഴോട്ട് ഇറക്കി എഴുതുക, എന്നിട്ട് മൾട്ടിപ്ലൈ ബൈ ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. അപ്പോൾ നമുക്ക് എത്ര ഇത് ചെയ്താൽ എത്ര എണ്ണം കിട്ടും എന്നുള്ളത് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് 3 ഇൻറ്റു 3. അപ്പോൾ ആ ഒരു ഫോമുലയാണ് നമ്മളിവിടെ ശരിക്കും അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഹിയർ സി നമ്മുടെ സ്റ്റെപ്പ് 3യിൽ നമുക്ക് കാണാം. ഹിയർ W dash ഇല്ല, W dash is equal to x y raised to I z. സോ ലെങ്ത് ഓഫ് W dash is equal to, അപ്പോൾ നമ്മളിനി എല്ലാം ലെങ്ത്ത് വിത്ത് റെഫറൻസ് ടു ആണ് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ? മോഡ് എക്സ്, അതായത് എക്സിൻ്റെ ലെങ്ത്ത് പ്ലസ് വൈ റേസ് ടു ഐയുടെ ലെങ്ത്ത് പ്ലസ് ഇസഡിൻ്റെ ലെങ്ത്ത്, മോഡ് ഇസഡ്സ്. ദാറ്റ് ഇസ് മോഡ് എക്സ് പ്ലസ് വൈ റേസ് ടു ഐ മോഡ് പ്ലസ് മോഡ് ഇസഡ്. ഓക്കെ, നൗ മോഡ് എക്സ് പ്ലസ്, കണ്ടോ ഈ വൈ റേസ് ടു ഐനെ ഞാനിത് ഇങ്ങനെ എഴുതിയേക്കുവാണ്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടില്ലേ വൈ റേസ് ടു ഐ, വൈയിലുള്ള സ്ട്രിങ് റേസ് ടു ഐ എന്ന് വെച്ചാൽ അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ഈ റേസ് ടു ഐനെ താഴത്തേക്ക് എടുത്ത് എഴുതുക, റേസ് ടു കഴിഞ്ഞിട്ടുള്ളതിനെ താഴോട്ട് എടുത്ത് എഴുതുക, ഇൻറ്റു മോഡ് വൈ. അതായത് നമ്മളിവിടെ ചെയ്ത സെയിം കാര്യം. ഇവിടെ നമ്മൾ ചെയ്തില്ലേ, ഇപ്പോൾ ഇത് വൈ റേസ് ടു ഐ ആണെന്ന് വിചാരിക്കുക അല്ലേ? ഇതിപ്പോൾ വൈ റേസ് ടു ഐ ആണെങ്കിൽ നമ്മൾ എന്താ ഇതിനെ ചെയ്തത്? ഈ മോളിൽ എഴുതിയേക്കുന്നതിന് താഴോട്ട് എടുത്ത് എഴുതി 3 ഇൻറ്റു മോഡ് വൈ, വൈയുടെ ലെങ്ത്ത് 3. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്? ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ദാറ്റ് ഈസ് y dash is equal to x y raised to i z mod x plus mod y raised to i plus z. mod x plus, കണ്ടോ ഈ മോഡ് y raised to iനെ ഈ ഫോമിലേക്ക് എഴുതി, കണ്ടോ റേസ് ടു പവറിൽ കിടക്കുന്നതിന് താഴോട്ട് എഴുതി i ഇൻറ്റു മോഡ് y, ലെങ്ത്തിൻ്റെ വൈയുടെ ലെങ്ത്ത് അതാണ് മോഡ് y പ്ലസ് z, അങ്ങനെ തന്നെ ഇട്ടു. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് നോക്കിയേ, അടുത്ത സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് ഇതാണ്. സോ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ പ്ലസ് ഇനി ഐ മൈനസ് 1 വൈ പ്ലസ് ഇസഡ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എഴുതിയേക്കുന്നത് എങ്ങനെയാണ്? ഐ മോഡ് വൈ അല്ലേ? നമ്മൾ ഇവിടുത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് മോഡ് എക്സ് പ്ലസ് ഐ ഇൻറ്റു മോഡ് വൈ, ഐ ഇൻറ്റു മോഡ് വൈ എന്നാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത് അല്ലേ? ഇനി അതിനെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ, ഈ ഐ ഇൻറ്റു മോഡ് വൈനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതുന്നതിനും കുഴപ്പമില്ല. വൈ പ്ലസ് ഐ മൈനസ് 1 മോഡ് വൈ. അതായത് ഈ ഐ ഇൻറ്റു മോഡ് വൈ എന്ന് എഴുതുന്നതും, അല്ലെങ്കിൽ ഞാൻ ഒരു ലെങ്ത്ത് അങ്ങനെ തന്നെ എടുത്ത് എഴുതി മോഡ് വൈ എഴുതിയിട്ട് എന്ത് ചെയ്യുവാണ്? പ്ലസ് ഐ മൈനസ് 1 മോഡ് വൈ ഇങ്ങനെ എഴുതിയാലും അത് സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ, ഞാൻ സൈഡിലത് എഴുതാം എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത്. സപ്പോസിങ് ദാറ്റ് എ റേസ് ടു 3 ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, എ റേസ് ടു 3. ഇതിനെയാണ് നമ്മൾ എങ്ങനെ എഴുതിയത്? 3 ഇൻറ്റു മോഡ് എ അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 3 9 എന്ന് കിട്ടി അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇതിന് ഇങ്ങനെയും കൂടി എഴുതുന്നതിന് കുഴപ്പമില്ല. അതായത് ഒരു എനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. അതായത് മോഡ്
എ എന്ന് ഞാൻ എഴുതിയെന്ന് വിചാരിക്കാം. എന്നിട്ട് ഇനി ഇപ്പോൾ ഈ 3 ഒരെണ്ണം ഞാൻ മാറ്റി എഴുതി അല്ലേ. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട് അവിടെ? 2. അപ്പോൾ 2 × 3 ലെങ്ത് എത്രയാ? 3 അല്ലേ ലെങ്ത്ത് അല്ലേ. അപ്പോൾ 2 × 3 6 അല്ലേ. അപ്പോൾ 6ൻ്റെ കൂടെ നമുക്ക് ഇതോടെ കിട്ടുമ്പോൾ 9 തന്നെ കിട്ടും എൻ്റെ ആൻസർ. 6ൻ്റെ കൂടെ ഈ 3 എയോടെ കിട്ടുമ്പോൾ നമുക്ക് ആൻസർ 9 തന്നെ കിട്ടും. പക്ഷേ നമ്മൾ ഒരു 3 എയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ബാക്കി എത്ര എണ്ണം ഉണ്ട് അപ്പോൾ ഇനി? അപ്പോൾ ഇനി 3 സെറ്റിൻ്റെ 2 എയും കൂടെ ഇനി ഉള്ളൂ അല്ലേ. ഒരു സെറ്റിൻ്റെ 2 എകൾ 2 സെറ്റിൽ നമുക്കിത് ബാക്കിയുള്ളൂ. അതായത് 2 × 3 6. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റത്തെ ഒരു 3 എയിനെ അങ്ങ് മാറ്റി എഴുതി. അപ്പോൾ ബാക്കിയുള്ളത് എന്താ? I-1 അല്ലേ. I-1 × mod A എന്നല്ലേ വരുള്ളൂ അല്ലേ. ഇവിടുത്തെ I എത്രയായിരുന്നു? 3 ആയിരുന്നു. ആ 3ൽ ഒരു സെറ്റിനെ ഞാനിങ്ങ് മാറ്റി എഴുതി. അതാണ് ഈ എഴുതിയേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? I-1 3ൻ്റെ I-1 സെറ്റിൽ ഇനി ബാക്കിയുള്ളൂ. 3 എകളുടെ 2 സെറ്റിൽ ഇനി ബാക്കിയുള്ളൂ. ഒരു സെറ്റിനെ ഞാനിങ്ങ് മാറ്റി എഴുതിയില്ലേ. അപ്പോൾ ഇനി ഈ 3കളുടെ 2 സെറ്റുള്ളൂ. അതാണ് I-1 × mod y എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ഇത് ഇവിടെ ഇങ്ങനെ കിട്ടാൻ കാരണം. ഒരു വൈനെ ഞാൻ മാറ്റി എഴുതി. ബാക്കി എത്ര എണ്ണം ഉണ്ട്? I-1 വൈകളാണ് ഇനി ബാക്കി ഉള്ളത്. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ എഴുതിയേക്കുന്നതാണ് ഈ കാണുന്നത്. ദാറ്റ് ഈസ് mod x + I × mod y ഞാൻ ഇങ്ങനെ എഴുതി. ഒരു mod y ഒരു വൈനെ ഞാനിവിടെ മാറ്റി എഴുതി. ഇനി ബാക്കി എത്ര വൈകളുടെ സെറ്റ് ഉണ്ട്? I-1 വൈയുടെ സെറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ നിങ്ങൾ ഓർക്കുക. 3 എകളുടെ 3 സെറ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 എകളുടെ ഒരു സെറ്റിനെ ഞാൻ മാറ്റി ഇങ്ങ് എഴുതുവാണ് അല്ലേ. എകളുടെ ഒരു സെറ്റിനെ ഞാൻ മാറ്റി എഴുതി. ഇനി ബാക്കി എത്ര സെറ്റ് ഉണ്ട്? അപ്പോൾ എകളുടെ 2 സെറ്റല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ് എഴുതിയേക്കണത്. I-1 അതായത് 2 സെറ്റുള്ളൂ. I 3 ആണെങ്കിൽ I-1 ആയി അല്ലേ. I-1 വൈകളാണ് ഇനി ബാക്കിയുള്ളൂ. ഓക്കെ. +z അങ്ങനെ തന്നെ എഴുതി. ഓക്കെ. സോ x + y + I-1 y + z. ഓക്കെ. ഇനി നമ്മൾ നോക്കുക x + y + z. ആ 3 എണ്ണത്തിനെ അടുപ്പിച്ച് വെച്ചു. അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. I-1 വൈനെ മാറ്റി നിർത്തി. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ? ഈ എക്സും ഈ വൈയും ഈ ഇസഡും ഞാൻ ഒരുമിച്ച് കൊണ്ടുവന്നു. ഓക്കെ. ഇനി ഈ I-1 വൈനെ ഞാൻ മാറ്റി നിർത്തി, സൈഡിലേക്ക് മാറ്റി. അപ്പോൾ ഈ mod x + mod y + mod z എനിക്ക് XYZ ഒരു മോഡിൻ്റെ ഉള്ളിൽ 3 കൊണ്ട് എഴുതാമല്ലോ. അതങ്ങനെ എഴുതി. +I-1 y മാറ്റി എഴുതി. ഓക്കെ. ഇനി XYZ എന്താ? W അല്ലേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? വി ആർ സ്റ്റാർട്ടിങ് ഫ്രം W. സോ Wനെയാണ് ഞാൻ എക്സും വൈയും ഇസഡായിട്ട് ഡിവൈഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ mod XYZ എന്ന് കിട്ടിയോടത്ത് എനിക്ക് വേണമെങ്കിൽ W എന്ന് ഇടാം അല്ലേ. സോ mod W + I-1 y mod y. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ഐക്ക് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഐക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. സോ ഇൻ ദ പ്രീവിയസ് കേസ് I സബ്സ്റ്റിറ്റ്യൂട്ട് I ആസ് 2 അല്ലേ. സോ I = 2 കൊടുത്താൽ വാട്ട് ഹാപ്പൻസ്? W' ഇതെല്ലാം എന്താണ് ഈക്വൽ ടു? ഇപ്പുറത്തും W' എന്നുള്ളതല്ലേ. സോ W' mod ഈ W + I-1 എന്ന് വെച്ചാൽ 2 - 1 എത്രയാ? 1. അപ്പോൾ 1 ഇട്ടാലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സോ പ്ലസ് mod ഈ mod y താഴോട്ട് ഇറക്കി എഴുതി അല്ലേ. സോ mod y. നൗ വാട്ട് ഇസ് mod W? mod W എന്താണെന്ന് നമുക്കറിയാം. n². ബിക്കോസ് ഇൻ ദ ഫസ്റ്റ് കേസ്, ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇറ്റ് സെൽഫ് വി സെഡ് ലൈക്ക് വാട്ട്? ദ ലെങ്ത് ഓഫ് ദ W ഇസ് വാട്ട്? mod y = n² നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ അല്ലേ. അപ്പോൾ അത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ mod here mod W = what? It is n² അല്ലേ. സോ n² പ്ലസ് ഈ mod y അങ്ങനെ തന്നെ ഇട്ടു. ഓക്കെ. നൗ y ≠ ∀ ആണെന്ന് നമുക്കറിയാം. സോ mod y ≥ 1. y ≠ ∀ നമുക്കറിയാം. വൈയുടെ പാർട്ട് ഒരിക്കലും നള്ളായി പോവരുത് അല്ലേ. അങ്ങനെയാണെങ്കിൽ എപ്പോഴും വൈയുടെ ലെങ്ത് എന്തായാലും 1ലും കൂടുതലായിരിക്കണ്ടേ.
വൈയുടെ ലെങ്ത്ത് 1ലും കുറവാണെങ്കിലല്ലേ y ഈക്വൽ ടു എപ്സിലോൺ ആവുള്ളൂ. നമുക്ക് ഉറപ്പാണ് y എന്താണ് നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആണ്, ബിക്കോസ് ആസ് പെർ ദ റൂൾ y കാൺ ബി ഈക്വൽ ടു എപ്സിലോൺ. സോ ഇഫ് y നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ദെൻ മോഡ് y ദ ലെങ്ത് ഓഫ് ദ y വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വാട്ട്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. എങ്ങനെ നോക്കിയാലും y 1ലും വലുതായിരിക്കും. വൈയുടെ പാർട്ടിൻ്റെ ലെങ്ത്ത് 1ലും വലുതായിരിക്കും. ഓക്കെ, നൗ XY മോഡ് XY ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, അത് നമ്മൾ ആദ്യം തിയറത്തിൽ പറയുന്നുണ്ടല്ലേ. മോഡ് XY ചെയ്യുമ്പോൾ എന്തായിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വെൻ എക്സ് ബിക്കംസ് എപ്സിലോൺ, എക്സ് എപ്സിലോൺ ആയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എക്സ് എപ്സിലോൺ ആവരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യുവാണ് എക്സ് എപ്സിലോൺ ആണെന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മോഡ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്നാവില്ലേ. ഈ ഫോർമുലയിൽ എക്സ് എപ്സിലോൺ ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല എങ്ങനെ റിപ്ലേസ് ചെയ്യും, മോഡ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ക്ലിയർ. സോ ലെങ്ത് ഓഫ് y ഇസ് ഇൻ ബിറ്റ്വീൻ എന്താണ് 1 ആൻഡ് n. രണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് എന്താ, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇവിടെ കിട്ടുന്ന എന്താ, y ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇറ്റ് മീൻസ് നമുക്കിതിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, y എന്ന് പറയുന്ന പാർട്ടിൻ്റെ ലെങ്ത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ലെസ് ദാൻ n. കാരണം നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ അങ്ങനെ കിട്ടുന്നത്. ഐ വിൽ റിപ്പീറ്റ് ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻ വി നോ ദാറ്റ് വാട്ട് y നോട്ട് ഈക്വൽ ടു എപ്സിലോൺ, y പാർട്ട് എപ്സിലോൺ ആകാൻ പാടില്ല. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ y എന്തായാലും 1ലും എന്തായിരിക്കും, വലുതായിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ് ലൈക്ക് മോഡ് y ലെങ്ത് ഓഫ് ദ y പാർട്ട് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി അടുത്ത കേസ് എന്താ, മോഡ് XY ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അതിൽ എക്സിന് ഞാൻ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാരണം എക്സ് എപ്സിലോൺ ആകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. സോ എക്സിന് ഞാൻ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബാക്കിയുള്ളത് എന്താ ഉള്ളത്, മോഡ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു n അല്ലേ. സോ മോഡ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോൾ നമുക്കിവിടെ രണ്ട് കൺക്ലൂഷൻസ് കിട്ടി, ദാറ്റ് ഈസ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n അല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്കതിന് ഇങ്ങനെ എഴുതാലോ, y എന്ന് പറയുന്നത് 1ലും വലുതും ആയിരിക്കും, 1നോട് ഈക്വലോ അല്ലെങ്കിൽ 1ന് വലുതും ആയിരിക്കും, എന്നാൽ y കൂടിപ്പോയാൽ n വരെയാണ് വരുള്ളൂ അല്ലേ. സോ y ക്യാൻ ബി റേഞ്ച്ഡ് ബിറ്റ്വീൻ 1 ആൻഡ് n. ഓക്കെ, അപ്പോൾ ഈ വൈയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്കൊരു ഫോർമുല കിട്ടിയിട്ടുണ്ട്, w' ഇസ് ഈക്വൽ ടു n² പ്ലസ് y എന്ന്. ഇവിടെ കൊണ്ടുപോയി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഈ വൈയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്, ദാറ്റ് ഈസ് n² പ്ലസ് y എന്ന് പറയുന്നത് എന്താ, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആകാം എന്നും ആകാം ഇല്ലേ. അതായത് വൈയുടെ വാല്യൂ കിടക്കുന്നത് 1ൻ്റെയും n-ൻ്റെയും ഇൻ ബിറ്റ്വീനിലായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ രണ്ട് വാല്യൂസ് ഈ വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും n-ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ രണ്ടെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂ ആണ് ഇവിടെ നമ്മൾ എഴുതിയേക്കുന്നത്. ഇറ്റ് മീൻസ് w ക്യാൻ ബി വാട്ട്, n² പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു w' ലെസ് ദാൻ ഓർ ഈക്വൽ ടു n² പ്ലസ് n. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ ഇക്വേഷനിൽ വൈക്ക് ആദ്യം 1 എന്ന് കൊടുക്കും, അപ്പോൾ n² പ്ലസ് 1 എന്ന് കിട്ടും. പിന്നെ വൈക്ക് വരാവുന്ന വാല്യൂ എന്താ, n വരെ വരാമെന്നല്ലേ പറഞ്ഞേക്കുന്നത്, അപ്പോൾ വൈക്ക് പിന്നെ n എന്ന് കൊടുക്കും, അപ്പോൾ n² പ്ലസ് n എന്ന് കിട്ടും. അങ്ങനെ രണ്ട് വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. ഇറ്റ് മീൻസ് w' റേഞ്ചസ് ബിറ്റ്വീൻ n² പ്ലസ് 1 ആൻഡ് n² പ്ലസ് n. ക്ലിയർ. അങ്ങനെ രണ്ട് വാല്യൂ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വൈ കിട്ടുന്ന പോർഷൻ മുതൽ ഒന്നുകൂടെ ഞാൻ പറയാം. സോ ഇവിടെ നമുക്കറിയാം w' ഇസ് ഈക്വൽ ടു മോഡ് y പ്ലസ് മോഡ് w പ്ലസ് മോഡ് y അല്ലേ. സോ മോഡ് w എന്താണ്, n² ആണ് നമുക്കറിയാം അല്ലേ. മോഡ് w ഇസ് ഈക്വൽ ടു n². ഇറ്റ് മീൻസ് ലെങ്ത് ഓഫ് ദ w ഇസ് n². ക്ലിയർ. പ്ലസ് മോഡ് y. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വി നോ ദാറ്റ് വൈ ഒരിക്കലും എന്താവില്ല, എപ്സിലോൺ ആവില്ല, അത് നമുക്കറിയാവുന്നതാണ് ബൈ ദ റൂൾ ഓഫ് പമ്പിംഗ് ലെമ്മ. സോ വൈ എപ്സിലോൺ ആവില്ലെങ്കിൽ എപ്പോഴും വൈയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്തായിരിക്കും, 1 ആയിരിക്കും. സോ മോഡ് y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. ഇനി വേറൊരു കൺക്ലൂഷൻ നമുക്കറിയാം, മോഡ് XY, എക്സിൻ്റെയും വൈയുടെയും കൂടെ ലെങ്ത് നോക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഈക്വൽ ടു n ആയിരിക്കണം അല്ലേ. ഈ പോർഷനിൽ ഞാൻ എക്സിന് എപ്സിലോൺ കൊടുത്തു എന്ന് സപ്പോസ് ചെയ്യുക, ബിക്കോസ് എക്സ് എപ്സിലോൺ ആകാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. സോ ഇഫ് എക്സ് ബിക്കംസ് എപ്സിലോൺ വാട്ട് ഹാപ്പൻസ്, മോഡ് y ലെസ് ദാൻ ഈക്വൽ ടു n അല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട്. ഇതിൽ നിന്നും എനിക്ക് കിട്ടുന്ന കൺക്ലൂഷൻ എന്താണ്, വൈയുടെ വാല്യൂ 1ലും വലുതും വൈയുടെ വാല്യൂ n-ലും ചെറുതും ആയിരിക്കുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ബിക്കോസ് ഈ വൈനെ നമ്മൾ ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വൈ പാർട്ട് ഇസ് പമ്പിങ്, വൈനെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ പോർഷനെയാണ് നമ്മൾ
കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ വൈയുടെ വാല്യൂ അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? വൈ ക്യാൻ ബി റേഞ്ച്ഡ് ബിറ്റ്വീൻ 1 and n അല്ലേ. സോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ മോഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ക്ലിയർ. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ വൈയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ, ഈ വൈയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ, ഈ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് നോക്കിയത്? ഇവിടെയാണ് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. വി നോ ദാറ്റ് മോഡ് ഡബ്ല്യു ഡാഷ് ഇസ് ഈക്വൽ ടു n² പ്ലസ് മോഡ് വൈ. ക്ലിയർ. നമുക്കിപ്പോൾ അറിയാം മോഡ് വൈക്ക് 2 വാല്യൂസ് വരാം അല്ലേ. എന്തൊക്കെ വരാം? 1 വരാം, 1ൻ്റെയും അതുപോലെ n-ൻ്റെ ഇടയിലാണ് ഈ മോഡ് വൈ കിടക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും: n² പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഡബ്ല്യു ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n² പ്ലസ് n. ഒന്നുമില്ല, n² കഴിഞ്ഞിട്ട് വൈക്ക് 1 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മോഡ് വൈക്ക് n എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്? സോ മോഡ് ഡബ്ല്യു ഡാഷ് ഗീവ്സ് n² പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഡബ്ല്യു ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n² പ്ലസ് n. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ സബ്ട്രാക്ട് 1 ഫ്രം ലെഫ്റ്റ് ആൻഡ് ആഡിങ് n+1 ടു റൈറ്റ്. ഒന്നുമില്ല, ഇതൊരു ഇക്വേഷൻ പോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യും, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു n+1 ആഡ് ചെയ്ത് കൊടുക്കും. നമുക്കത് ഇക്വേഷനിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ റിമൂവ് ചെയ്യും, അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുവാണ്? 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റിമൂവ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും, എന്നിട്ട് 1 എന്നിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു n+1 ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലാവും നോക്കി? n² പ്ലസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 1 കളയുമ്പോൾ ഈ 1 അങ്ങ് പോവും. ഓക്കെ, അപ്പോൾ n² എന്ന് മാത്രമാകും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലോ n² പ്ലസ് n ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു n+1 ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ n² എന്ന് കിട്ടി, റൈറ്റ് ഹാൻഡ് സൈഡിൽ n² പ്ലസ് n പ്ലസ് n+1. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? n² പ്ലസ് 2n+1 എന്ന് കിട്ടും അല്ലേ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ n², കാരണം ഇവിടെ ഉണ്ടായിരുന്ന 1നെ ഞാൻ കളഞ്ഞു അല്ലേ. അപ്പോൾ n². ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലോ n² പ്ലസ് 2n+1നെ n+1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. സോ നമുക്കിതിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താ? എൻ്റെ പുതിയ ഡബ്ല്യു ഡാഷ് കിടക്കുന്നത് ആരുടെയൊക്കെ ഇൻ ബിറ്റ്വീനിലാണ്? n²ൻ്റെയും n+1 ഹോൾ സ്ക്വയറിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ അല്ലേ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നുള്ളത് അല്ലേ. ഒരിക്കലും 2 പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഇടയിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിടക്കില്ല. ഫോർ എക്സാമ്പിൾ 2² 3² അല്ലേ. 2² എത്രയാണ്? 4 ആണ്. 3² എത്രയാണ്? 9. 2²നും 3²ൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു വാല്യൂ ഒരിക്കലും പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ നമുക്ക് പറ്റില്ല അല്ലേ. പെർഫെക്റ്റ് ആയിരിക്കില്ല, അതിലെന്തായാലും ഡെസിമൽ വരും അല്ലേ. അപ്പോൾ അതാണ് n². ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് എന്താ? ഡബ്ല്യു ഡാഷ് കിടക്കുന്നത് എവിടെയാണ്? n²ൻ്റെയും n+1 ഹോൾ സ്ക്വയറിൻ്റെയും ഇടയിലാണ് അല്ലേ. അപ്പോൾ n² എന്ന് പറയുന്നത് 3 ആണെങ്കിൽ n എന്ന് പറയുന്നത് 3 ആണെങ്കിൽ n² എന്താകും? 3² അല്ലേ. അപ്പോൾ അടുത്ത n+1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? n 3 ആണെങ്കിൽ n+1 എന്താ? 4. അതായത് 3²ൻ്റെയും 4² ഇടയിലൊരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് കിട്ടിയേക്കുന്ന ഡബ്ല്യു ഡാഷ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ലാംഗ്വേജിൽ വരുന്നതല്ല. കാരണം ഡബ്ല്യു ഡാഷ് കിടക്കുന്ന ആരുടെ ഇടയിലാണെന്ന് നോക്കിയേ? n²ൻ്റെയും n+1 ഹോൾ സ്ക്വയറിൻ്റെ ഇടയിൽ. അപ്പോൾ n²ൻ്റെയും n+1 ഹോൾ സ്ക്വയറിൻ്റെ ഇടയിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ബിക്കോസ് 2 ഇൻഡിജേഴ്സിൻ്റെ 2 പെർഫെക്റ്റ് സ്ക്വയർ ഇൻഡിജറിൻ്റെ ഇൻ ബിറ്റ്വീൻ വേറൊരു പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല നമുക്ക്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ് ഡബ്ല്യു ഡാഷ് എന്ന് പറയുന്നത് എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് എ റെഗുലർ ലാംഗ്വേജ്. നമ്മളൊരു റെഗുലർ ലാംഗ്വേജസ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള റെഗുലർ ലാംഗ്വേജ് നമ്മൾ തുടങ്ങിയത് അല്ലേ. എല്ല് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത്, പെർഫെക്റ്റ് സ്ക്വയറിൽ നിന്നാണ് നമ്മൾ റെഗുലർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത്. പക്ഷെ നമുക്ക് മനസ്സിലായി അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത വേറൊരു സ്ട്രിങ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായി അത് ഈ ലാംഗ്വേജിലേക്ക് ബിലോങ് ചെയ്യുന്നില്ല. ഇറ്റ് മീൻസ് ഡബ്ല്യു ഡാഷ് ഇതിനകത്തൊരു അംഗമല്ല, ഡബ്ല്യു ഡാഷ് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ പുതിയ ലാംഗ്വേജ് എന്തല്ല? റെഗുലർ അല്ല. റെഗുലർ ആവണമെങ്കിൽ ഏത് സ്ട്രിങ് കിട്ടിയാലും ഈ ലാംഗ്വേജിലേക്ക് ബിലോങ് ചെയ്തിരിക്കണം, എങ്കിലാണെങ്കിൽ നമുക്ക് റെഗുലർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഒരു a⁻² റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള പ്രോബ്ലം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം കേട്ടോ.